സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരു ക്ഷേത്രം, അവിടെ ദേവി തന്നെ കഥകളിയുടെ സ്ത്രീവേഷം കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഒരു രാജകുമാരനെ നദിയിൽ തള്ളിയപ്പോൾ അവൻ മഹാപണ്ഡിതനായി തിരിച്ചു വന്നുവത്രേ. കേരള സിംഹം പഴശ്ശിരാജ യുദ്ധത്തിന് പോകും മുമ്പ് ഇവിടെ രഹസ്യമായി ഗുരുതി പൂജ നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം. ഇത് സാധാരണ ക്ഷേത്രമല്ല, ഇത് ഉത്തര കേരളത്തിൻ്റെ ആത്മീയ രഹസ്യ കേന്ദ്രം. ഇന്ന് നാം അറിയാൻ പോകുന്നത് മുഴക്കുന്ന് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ്. അവസാനം പറയുന്ന ഒരു കാര്യമാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സത്യമായിരിക്കുക. അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം. മലബാറിലെ പ്രധാന ഭഗവതീ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജഗദീശ്വരിയായ ആദി പരാശക്തിയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഈ മൂന്ന് ശക്തികളും ഐക്യരൂപത്തിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. കർണാടകത്തിലെ പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് തുല്യമായാണ് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തെ ഭക്തർ കണക്കാക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേകത, ഇവിടെ ഈ മൂന്ന് ഭാവങ്ങൾക്കും പ്രത്യേക പൂജയില്ല. എല്ലാ സമയത്തും ഐക്യശക്തിയായാണ് ദേവിയെ ആരാധിച്ചു പോരുന്നത്. ഇത് ശാക്തീയ സമ്പ്രദായത്തിൻ്റെ ഗൗരവമേറിയ ആശയം തന്നെയാണ്. ഒരു അദ്ഭുത ഐതിഹ്യം പറയുന്നു. സ്വർഗലോകത്തിൽ നിന്ന് കലാ സാഹിത്യ രൂപിണിയായ മഹാസരസ്വതി ഒരു മിഴാവ് രൂപത്തിൽ ഇവിടെ വീണുവത്രേ. മിഴാവ് വീണ സ്ഥലം മൃദംഗ ശൈലനിലയം, പിന്നീട് മിഴാവ് കുന്ന്, മിഴക്കുന്ന്, മുഴക്കുന്ന്, അങ്ങനെ പേര് മാറിയതായി വിശ്വാസം. ക്ഷേത്രത്തിനകത്തെ തെക്കുകിഴക്കേ മൂലയിലെ അല്പം കുഴിഞ്ഞ ഭാഗം ഇന്നും മൃദംഗം വീണ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. അവിടെയാണ് ആദി പരാശക്തിയുടെ മൂലസ്ഥാനവും. ഈ ക്ഷേത്രം കല, അക്ഷരം, ശബ്ദം എല്ലാം ദേവീ സ്വരൂപമെന്ന് കാണുന്ന പുരാതന ശാക്തേയ ചിന്തയുടെ പ്രതീകമാണ്. കേരളത്തിൻ്റെ അഭിമാന രൂപമായ കഥകളി ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. കോട്ടയം തമ്പുരാൻ ആട്ടക്കഥ രചിക്കുമ്പോൾ സ്ത്രീവേഷം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടി. അദ്ദേഹം ദേവിയോട് പ്രാർത്ഥിച്ചു. അന്ന് ഭഗവതി ക്ഷേത്രക്കുളത്തിൽ നിന്ന് അരയ്ക്ക് മുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു. ഇത് ഭക്തവത്സലയായ ജഗദീശ്വരിയുടെ ദർശനമെന്ന വിശ്വാസം. അരയ്ക്ക് താഴെ വസ്ത്രം കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നും കഥകളിയിലെ സ്ത്രീവേഷത്തിൽ അരയ്ക്ക് താഴെ വെളുത്ത വസ്ത്രം പതിവായത്. ഇത് വെറും കഥയാണോ, അല്ലെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ രേഖയോ? കേരള സിംഹം പഴശ്ശിരാജ, പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഇത്. പഴശ്ശി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഗുഹാക്ഷേത്രത്തിൽ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വാസം. ഇന്ന് ക്ഷേത്ര സമീപത്ത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ നിലകൊള്ളുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ ചരിത്രബന്ധം തെളിയിക്കുന്ന വലിയ അടയാളമാണ്. ക്ഷേത്രത്തിൽ നിന്ന് അല്പം പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ചെറിയ നീരുറവ, ഇതിനെ കുമാരധാര എന്ന് വിളിക്കുന്നു. ഗുണ്ടികത്തോട് എന്നറിയപ്പെട്ടിരുന്ന ഈ നീരുറവ ബാവലിപ്പുഴയിലൂടെ വളപട്ടണം പുഴയിൽ ലയിക്കുന്നു. ഐതിഹ്യം പറയുന്നു, മന്ദബുദ്ധിയായ ഒരു രാജകുമാരനെ അവൻ്റെ അമ്മ മാനഹാനി സഹിക്കാതെ ഈ തോട്ടിൽ തള്ളാൻ കൽപ്പിച്ചു. പിറ്റേന്ന് അദ്ദേഹത്തെ പുറത്തെടുത്തു. അദ്ദേഹം മരിച്ചില്ല. ബോധം വീണ്ടെടുത്തപ്പോൾ അവൻ്റെ നാവിൽ നിന്ന് ശ്ലോകങ്ങൾ മുഴങ്ങി. പിന്നീട് മഹാപണ്ഡിതനായി മാറി. അതുകൊണ്ടാണ് ഈ നീരുറവയ്ക്ക് കുമാരധാര എന്ന പേര് ലഭിച്ചത്. ഇത് ആത്മീയ അത്ഭുതമോ, അല്ലെങ്കിൽ മാനസിക ഉണർവിൻ്റെ പ്രതീകമോ? ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും. മീനമാസത്തിലെ ഉത്രം നാളിൽ 10 ദിവസത്തെ ഉത്സവമാണുള്ളത്. പൂരമഹോത്സവം, നവരാത്രി, വൃശ്ചികത്തിലെ തൃക്കാർത്തിക, വിജയദശമി, വിദ്യാരംഭം. വിദ്യാരംഭത്തിനായി ദൂരദേശങ്ങളിൽ നിന്നും കുട്ടികളെത്തുന്നു. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ഇതെല്ലാം പ്രത്യേക ദിനങ്ങളായി ആചരിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം.
കല, വിദ്യ, ശക്തി, വീര്യം 4 അനുഗ്രഹങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ദേവി. നിങ്ങൾ മുഴക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? അങ്ങനെ അനുഭവമുണ്ടോ? കമൻറ്റിൽ എഴുതൂ. ജയ് മൃദംഗ ശൈലേശ്വരി അമ്മേ, അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരം ചരിത്ര ആത്മീയ രഹസ്യങ്ങൾ കൂടുതൽ ആളുകൾ അറിയട്ടെ. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.